കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BBA സ്റ്റുഡൻസിൻ്റെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിന് 105 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു PDF ഉള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ. A dash is something which is offered to customers to satisfy their needs and wants. അവരുടെ നീഡ്സോ അല്ലെങ്കിൽ വോൺസോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ആണ്. All of the following decisions fall within the scope of operations management except for financial analysis. മൂന്നാമത്തെ ചോദ്യം. ഡാഷ് മേ ബി ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. പ്രൊഡക്ടിവിറ്റി ആണ് റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആയിട്ട് പറയുന്നത്. Production is the process by which raw materials and other inputs are converted into finished product. Then, dash study is concerned with the determination of the amount of time required to. അപ്പോൾ സ്റ്റഡീൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം സ്റ്റഡിയാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ടൈം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ത് സ്റ്റഡിയാണ്? ടൈം സ്റ്റഡിയാണ്. ഓക്കെ, ഇനി അടുത്തത്. ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഹയർ ക്വാളിറ്റി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദി വിസിനിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്? വിസിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രദേശം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തുള്ള പ്രദേശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അതിൻ്റെ മീനിങ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റീൽ മിൽസ് എന്നുള്ളതാണ്. അടുത്തത്. If all the processing equipments and machines are arranged according to the sequence of operations of a product, the layout is known as product layout. Then, the following type of layout is preferred to manufacture a standard product in large quantity. അതും product layout തന്നെയാണ് ആൻസർ വരുന്നത്. Then, the following type of layout is preferred for low volume production ഓഫ് നോൺ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ്. അത് പ്രോസസ് ലേഔട്ട് ആണ്. ദെൻ ഇൻ ഷിപ്പ് മാനുഫാക്ചറിങ് ദ ടൈപ്പ് ഓഫ് ലേഔട്ട് പ്രിഫേർഡ് ഈസ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. അപ്പോൾ ഇത് പലതരം ലേഔട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഇൻവെൻട്രി കൺട്രോൾ? ഇൻവെൻട്രി കൺട്രോളിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ട്രൂ ആണ്. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ട്രെൻഡ്സ് ഇൻ പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ മാനേജ്മെന്റ് വിച്ച് വൺ ഈസ് സംടൈംസ് കോൾഡ് ആസ് എജൈൽ മാനുഫാക്ചറിങ് എന്ന് വിളിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് വി ക്യാൻ മേക്ക് ചേഞ്ചസ്. ഓക്കെ, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത്. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്റ്റിംഗ് കപ്പാസിറ്റി പ്ലാനിങ് വിച്ച് വൺ ഈസ് ലെസ് കൺട്രോളബിൾ വൺ? ലെസ് കൺട്രോളബിൾ വൺ ആയിട്ടുള്ളത് മെഷീൻ ബ്രേക്ക് ഡൗൺസ് ആണ്. ദെൻ MRPയുടെ ഫുൾ ഫോം ആണ് മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ്. ദെൻ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ബിക്കംസ് റിലേറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ഇൻ ബാച്ച് പ്രൊഡക്ഷൻ. JIT സ്റ്റാൻഡ്സ് ഫോർ. JITയുടെ ഫുൾ ഫോം ആണ് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഏതാ? ഫാക്ടറി പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഷെഡ്യൂളിംഗ് ഡീൽസ് വിത്ത്. ഷെഡ്യൂളിംഗ് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഫിക്സിംഗ് അപ്പ് സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് ടൈംസ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ ഇൻ ഡൂയിങ് എ ജോബ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൽ ഓരോ വർക്കും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതുമാണ് ഷെഡ്യൂളിംഗ് ഡീൽ ചെയ്യുന്നത്. അടുത്തത്. ഫിക്സിംഗ് ഫ്ലോ ലൈൻസ് ഇൻ പ്രൊഡക്ഷനെ എന്താണ് പറയുക? റൂട്ടിംഗ് എന്നാണ് പറയുന്നത്. Then, the example of worker involvement as a recent trend in production or operation management, അതെന്താണ്? ക്വാളിറ്റി സർക്കിൾ ആണ്. Then, production planning in the intermediate range of time is termed as aggregate planning. Then, preventive maintenance is useful in reducing shutdown cost. Which of the following standard is associated with the quality assurance in production and installation? ISO 9002 എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ക്വാളിറ്റി അഷുറൻസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. Then dash refers to the transformation of the state of input into output. Alteration ആണ്. Dash is the management of all the activity directly related to the production. അത് production management ആണ്. Then all of the following are the difference between manufacturing and service operation except quality is more easily measured in service operations. Then
28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ? ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ മേലെ പറഞ്ഞത് എല്ലാതും ഉണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. Then dash is that aspect of operation management function which is concerned with this acquisition, control and use of materials needed and flow of goods and service connected with the production process. Material management എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, dash can be defined as the measurements that detect the onset of the degradation mechanism. Predictive maintenance എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, in the case of dash type of maintenance, no actions or efforts are taken to maintain the equipments as the designer originally intended to ensure design life reached. Breakdown maintenance എന്നുള്ളതാണ് type of maintenance അവിടെ വരുന്നത്. then അടുത്തത് time required to perform emotion. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം, ആ സമയത്തിൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ടൈം സ്റ്റഡി. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഡാഷ് റെഫേഴ്സ് ടു ദി മാനുഫാക്ചറിങ് ഓഫ് ലാർജ് വോളിയം ഓഫ് എ സിംഗിൾ ഓർ എ വെരി ഫ്യൂ വെറൈറ്റീസ്. ആൻസർ വരുന്നത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, dash is the process of predicting and defining the long-term and short-term capacity needs of an organization. Capacity planning. അടുത്ത ചോദ്യം, dash is a measure the actual level of output for a process or activity over a period of time. Actual capacity. അടുത്തത്, production facilities are arranged as per the sequence of production operation from the first operation to the finished product. This method is called a process production. In the case of dash, the products are produced as per the specification of the customers within the prefixed time and cost. Job production ആണ്. അടുത്ത ചോദ്യം, dash is the system in which items are processed in lots and a new lot is undertaken for production. Batch production ആണ് ആൻസർ. Dash is the capacity that specifies a theoretical upper limit above the usual rate of routine operation. Maximum capacity എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, dash is the highest reasonable output rate. Capacity ആണ് highest reasonable output rate which can be achieved within the current product specifications. 41ാമത്തെ ചോദ്യം, in dash machines and other supporting services are located according to the processing sequence of the product. Product layout ആണ് ആൻസർ. The layout in which the production operation is performed in a fixed position is called project layout. Then dash decision is the systematic process of determining a geographic site for a firm. നമ്മൾ അതിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്ലാന്റ് ലൊക്കേഷൻ ആണ്. The layout in which all the equipments performing similar tasks are grouped together is called a process layout. Then dash is the configuration of department, work centers, equipment, plant layout തന്നെയാണ്. Then which of the following affect the choice of plant location decision? Both A and B ആണ്. Proximity to markets, supply of materials. Then dash is used to monitor characteristics that can be measured and have a continuum of values such as height, weight വരുന്നത് control chart for variables ആണ്. ഹൈറ്റ്, വെയിറ്റ്, ബോഡിയൊക്കെ നമ്മൾ വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ആണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, അത് തന്നെയാണ് ആൻസർ വരുന്നത്. മോണിറ്റർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് തന്നെയാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾ? ഇതിൽ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾ അല്ലാത്തത് പി ചാർട്ടാണ്. ഇനി ഇതിൽ വീണ്ടും നോട്ട് എ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് എക്സ് ചാർട്ടാണ്. ദെൻ ISO 9000 എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ആണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ദെൻ ഇൻ മാനേജ്മെന്റ് ലിറ്ററേച്ചർ TQMന്റെ ഫുൾ ഫോം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഫ്രം ദ സെയിം ഏരിയ ഹു യൂഷ്വലി മീറ്റ് ടു ഡിസ്കസ് ദെയർ പ്രോബ്ലംസ്. ഇങ്ങനെ ഒരേ സെയിം ഏരിയയിലുള്ള വർക്കേഴ്സ് അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് വട്ടം കൂടിയിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്വാളിറ്റി സർക്കിൾ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി സർക്കിൾ? ക്വാളിറ്റി സർക്കിളിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്. ദെൻ TQMന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആണ്. ഡാഷ് ഈസ് എ
systematic recording and critical examination of existing and the proposed way of doing work method study ആണ്. അടുത്തത് dash is a process used to determine the maintenance requirements of any physical asset in its operating context. Reliability centered maintenance ആണ്. Dash is the application for techniques designed to establish the time for a qualified worker to carry out a specified job. Work measurement ആണ്. Safety stock is related to inventory control. Dash is the process of testing the feasibility of master production. Rough cut capacity planning ആണ്. അടുത്തത് fixed position layout is also called a project type. Then dash is the arrangement of facility so that equipment used to make similar part or families of part is grouped together. Cellular layout. Which one of the following is not a part of the production planning and control? Financial leverage ആണ് production planning and control ന്റെ part അല്ലാത്തത്. Which one of the following is an objective maintenance management? എല്ലാം ഉണ്ട്. So all of these ആണ് answer. Dash refers to the development of the concept or idea of a product in terms of specification which are required for transforming the idea into product design ആണ്. Then dash refers to the process of creating new products or modifying the existing one within the predetermined time phrase and cost price. Product development ആണ് answer. Which of the following technique is employed for measuring work measure ചെയ്യുന്ന ടെക്നിക്ക് all of these ആണ്. ടൈം സ്റ്റഡിയും മോഷൻ ടൈം സ്റ്റഡിയും വർക്ക് സാമ്പിളിങ്ങും എല്ലാം വരും. അടുത്തത് which of the following factor affect the capacity planning all of these തന്നെയാണ് ആൻസർ. അടുത്ത ചോദ്യം which of the following is material handling equipment എല്ലാം വരുന്നുണ്ട്. all of these ആണ് ആൻസർ. then dash is the quantity that should be carried by the company so that the പ്രൊഡക്ഷൻ ഈസ് നോട്ട് എഫക്റ്റഡ് ബിഫോർ നെക്സ്റ്റ് ഡെലിവറി അറൈവ്സ്. നമ്മളൊരു എപ്പോഴും ഒരു ക്വാണ്ടിറ്റി നമ്മൾ കീപ്പ് ചെയ്യൂലേ, അതിനാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ എഫക്ട് ദ ചോയ്സ് ഓഫ് ദി പ്ലാൻ ലൊക്കേഷൻ സെലക്ഷൻ? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ദെൻ ലൊക്കേറ്റിംഗ് ദ പ്ലാൻ നിയറർ ടു ദ മാർക്കറ്റ് ഈസ് പ്രിഫേർഡ് ഇഫ് എ ആൻഡ് ബി. ഓപ്ഷൻ എയും ബിയും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലെയിൻ ലേഔട്ട്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓൾ ഓഫ് ദീസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതൊക്കെ ആൻസർ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിറ്റി ഓഫ് ഗുഡ് പ്ലാൻ ലേഔട്ട്? ഗുഡ് പ്ലാൻ ലേഔട്ടിൻ്റെ ക്വാളിറ്റി അല്ലാത്തത് ടു റെഡ്യൂസ് ലേബർ എഫിഷ്യൻസി ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗുഡ് പ്ലാൻ ലേഔട്ട്? ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഒബ്ജക്റ്റീവ് ഓഫ് MRP? To decrease production efficiency. Which of the following is not an objective of material handling? To increase production life cycle. Which of the following is not a rule for material handling? Material handling in rule allathathu promote wasteful material handling methods. Which of the following is not a technique of work measurement? Work measurement technique allathathu amalgamation ആണ്. The advantage of locating a plant in urban city സൈഡിൽ നമ്മൾ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ലാർജ് മാർക്കറ്റ്സ് ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഡാഷ് റെഫേഴ്സ് ടു അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മെഷീനറി എക്യുപ്മെൻറ്റ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്. പ്ലാന്റ് ലേഔട്ട് ആണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗുഡ് ലേഔട്ട് റെഡ്യൂസ് വേസ്റ്റേജ് ആണ്. ഡാഷ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഈസ് ഓൾസോ കോൾഡ് ഫങ്ഷണൽ ലേഔട്ട്. പ്രോസസ്സിനെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോസസ് ടൈപ്പ് ഓഫ് ലേഔട്ട് ആണ് കേട്ടോ. അടുത്തത് ഗ്രൂപ്പിംഗ് ടുഗെദർ ഓഫ് ലൈക്ക് മെഷീൻസ് in one department is in dash layout process. Product layout is also called as line layout. In dash type of layout, machineries are arranged according to the sequence of operation. In line type of layout, dash type of layout are suitable for non-repetitive or standard type of production process എന്നുള്ളതാണ് ആൻസർ. ഡാഷ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഈസ് കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ലേഔട്ട് ആൻഡ് ലൈൻ ലേഔട്ട്. ഗ്രൂപ്പ് എന്നുള്ളതാണ് ആൻസർ. ദെൻ ഇൻ ഡാഷ് ലേഔട്ട് മെഷീൻസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സെൽസ് ആൻഡ് സെൽസ് ഫങ്ഷൻ. ഫിക്സഡ് ലേഔട്ടിലാണ്. Current trends in operation management include all the following except mass production. Then civil
Okay, question mark. Building, construction and maintenance, maintaining service facilities such as water, gas, steam, compressed air, heating, ഇതെല്ലാം വരുന്നത് സിവിൽ മെയിൻ്റനൻസിലാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ആണ്? സിവിൽ മെയിൻ്റനൻസ് ആണ്. ദെൻ VED അനാലിസിസിൻ്റെ ഫുൾ ഫോം വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഡാഷ് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. റിസീവിംഗ് ആൻഡ് വെയർഹൗസിംഗ് ആണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനായിട്ട് വരുന്നത്. ഡാഷ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഈസ് യൂസ് ടു മൂവ് ദ മെറ്റീരിയൽ ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് വെയ്റ്റ്. ക്രെയിനാണ് നമ്മൾ ഉപയോഗിക്കുക പല മെറ്റീരിയലും മൂവ് ചെയ്യാനായിട്ട്. Then the material handling device which moves material between two fixed points ആണെങ്കിൽ കൺവേയേഴ്സ് ആണ് അതിൻ്റെ ആൻസർ. ഡാഷ് റെക്കോർഡ്സ് ഗ്രാഫിക്കലി ഓർ ഡയഗ്രമാറ്റിക്കലി. ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പ്രോസസ് ചാർട്ടാണ്. Then which of the following aggregate planning strategy is likely to have the least impact on quality? Changing inventory level എന്നുള്ളതാണ്. The aggregate planning strategy, verifying inventory level, back ordering during the period of high demand have which of the following disadvantage ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കസ്റ്റമേഴ്സ് മേ ഗോ എൽസ്വെയർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിമാൻഡ് ഓപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ്. അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ഡിമാൻഡ് അല്ലാത്തത് യൂസിങ് പാർട്ട് ടൈം വർക്കേഴ്സ് എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡിറ്റർമൈനിങ് പ്രൊഡക്ഷൻ ലെവലും ഇൻവെൻട്രി ലെവല് കപ്പാസിറ്റി ഫോർ ഈച്ച് പീരീഡ് ഒക്കെയാണ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ MPSൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് എ പ്രിലിമിനറി MRP എന്നുള്ളത്. MPSൻ്റെ ഫുൾ ഫോം മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളാണ്. കീ ടു MRP എന്ന് പറയുന്നത് ടൈം ഫേസിംഗ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഫോർ കമ്പോണൻറ്റ്സ് ആർ ബേസ്ഡ് അപ്പോൺ ദി സ്ട്രക്ചർ ഓഫ് ദി ബിൽ ഓഫ് മെറ്റീരിയൽ. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A master production schedule specifies what product is to be made and when എന്നുള്ളതാണ് മാസ്റ്റർ പ്രൊഡക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ കണ്ടെയ്ൻ ഇൻഫോർമേഷൻ അബൌട്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് റിക്വയർഡ് ഡെലിവറി ഡേറ്റ്സ് ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത്രയും 105 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നുള്ള BBAD ഈ ഒരു സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരൊറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കീ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പോസ് ചെയ്തിട്ട് എങ്ങാനും വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.